ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഇന്നലെ ഹൈക്കോടതിയിൽ ഒരു ഉത്തരവ് വന്നിട്ടുണ്ട്. ആ ഉത്തരവിൽ വളരെ പ്രസക്തമായ ഒരു ഭാഗം അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പന്തല് കെട്ടി കുർബാന ചൊല്ലി പട്ടം കൊടുത്തു, അത് വേറെ കേസ്. ഹൈക്കോടതി അത് ഡീലിങ്ക് ചെയ്തു. ഇത് നമ്മൾ ചോദിക്കാതെ ഹൈക്കോടതി ചെയ്തൊരു കാര്യമാണ്. മാത്രമല്ല, ബസിലിക്ക പള്ളിയിൽ മാത്രമല്ല, ചാപ്പലിലും ഇല്ലിസിറ്റ് കുർബാന പാടില്ല. ഈ രണ്ട് വലിയ കാര്യങ്ങളാണ് നമ്മൾ പൂവ് ചോദിച്ചു പൂന്തോട്ടം കിട്ടിയെന്ന് സത്യവിശ്വാസികൾ വ്യാഖ്യാനിക്കുന്നത്. അത് ശരിയുമാണ്. എന്താണ് ഇതിൻ്റെ സംഗതി? ഈ ബസിലിക്കയിൽ നിന്ന് സത്യവിശ്വാസികളെ ഇറക്കിവിടാൻ വേണ്ടി സഭാ നേതൃത്വവും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കൂരിയായും അവരെ പിന്തുണയ്ക്കുന്ന മുന്നേറ്റക്കാരുമെല്ലാം ഒരുപാട് ശ്രമിച്ചു. നമ്മൾ 90 ദിവസം, ഏകദേശം 3 മാസം തികയാൻ പോകുകയാണ്. 82, 83, 85 ദിവസമൊക്കെ ആയി. നമ്മളെ അവിടുന്ന് ഇറക്കി വിടാൻ ഈ സർവശക്തി ഉണ്ടെന്ന് വിചാരിക്കുന്ന, സർവാധിപത്യം ഉണ്ടെന്ന് വിചാരിക്കുന്നവർക്ക് നമ്മൾ ഏതാനും പേരെ ഇറക്കി വിടാൻ കഴിഞ്ഞില്ല. അവസാനം അവർ കോടതിയിൽ പെറ്റീഷൻ കൊടുത്തു, ഇവരെ ഇറക്കി വിടണമെന്നും പറഞ്ഞിട്ട്. അങ്ങനെ ഇറക്കി വിടണമെന്നും പറഞ്ഞിട്ട് ബസിലിക്കൽ കേസ് കൊടുത്തതിൻ്റെ കൂട്ടത്തിൽ ലിങ്ക് ചെയ്ത് കൊടുത്ത ഒരു കേസാണ് പന്തല് കെട്ടി കുർബാന ചൊല്ലി പട്ടം കൊടുത്ത് ഇല്ലേ, അത് കോടതി അലക്ഷ്യമാണെന്ന് സത്യവിശ്വാസികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാ കേസും കൊണ്ട് ഒരുമിച്ച് പരിഗണിക്കണമെന്ന് അവരാവശ്യപ്പെട്ടു. അതായത് ബസിലിക്കൽ ഇരിക്കുന്നതും പന്തല് കെട്ടിയതും അവിടെ കുർബാന ചൊല്ലി പട്ടം കൊടുത്തതും എല്ലാം കൂടി ഒരുമിച്ച് കേസ് പരിഗണിക്കണമെന്നാണ് സഭാ നേതൃത്വവും കൂരിയക്കാരും മുന്നേറ്റക്കാരും എല്ലാം നിലപാടെടുത്തിരുന്നത്. സത്യവിശ്വാസികൾ പറഞ്ഞു അങ്ങനെയല്ല, ഇത് ഈ കോടതിയിൽ ബസിലിക്കൽ ഇരിക്കുന്നത് അവർ കോടതി ഇലക്ഷൻ കാണിച്ചതിന് ഇല്ലേ, ഈ രാജ്യത്തിൻ്റെ നിയമങ്ങൾ പാലിക്കാത്തവർ രാജ്യത്ത് ഉണ്ടാക്കാൻ പാടില്ലെന്നുള്ള നിലപാടാണ് സത്യവിശ്വാസികൾ എടുത്തത്. അപ്പോൾ ഇതിങ്ങനെ എല്ലാ കേസും കൂടി ഒരുമിച്ച് വന്ന് ഹൈക്കോടതി എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ഹൈക്കോടതി പറഞ്ഞൊരു നിരീക്ഷണം അല്ലെങ്കിൽ ഉത്തരവ് പറഞ്ഞതാണ്. സിവിൽ കോടതിയുടെ ഉത്തരവ് ഉണ്ട് ഹൈക്കോടതിയുടെ ബസിലിക്കയിൽ, എറണാകുളം അങ്കമാലി അതൊരു ബസിലിക്കയിൽ ഇല്ലിസിറ്റ് കുർബാന പാടില്ലെന്ന്. അങ്ങനൊരു ഓർഡർ ഉണ്ട്. ആ ഓർഡർ നിലനിൽക്കെ പള്ളിക്കകത്തുമാണ് ഈ ഓർഡർ ഉള്ളതെന്നും മുറ്റത്തില്ലെന്നും ചാപ്പലില്ലെന്നും ഉള്ളൊരു സാങ്കേതികത്വം പറഞ്ഞ് അവിടെ പന്തല് കെട്ടി കുർബാന ചൊല്ലി പട്ടം കൊടുത്തു. അപ്പോൾ ഹൈക്കോടതി പറഞ്ഞു അതിൻ്റെ മെറിറ്റ് നമുക്ക് വെവ്വേറെയായിട്ട് ചർച്ച ചെയ്യാം. ഈ ബസിലിക്കൽ നിറക്കുന്നതും അതും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കണ്ട, അത് നമുക്ക് വേറെ ചർച്ച ചെയ്യാം, അത് വേറൊരു കേസാണ്. അതിനാൽ ആ കേസ്, അതായത് ഈ ബസിലിക്കുന്ന ആളുകളെ ഇറക്കി വിടണം, ആ കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് പന്തല് കെട്ടി കുർബാന ചൊല്ലി പട്ടം കൊടുത്ത കേസ് പരിഗണിക്കേണ്ടത് എന്ന സഭയുടെ നിലപാടിനെ അത് ഹൈക്കോടതി വേർപ്പെടുത്തി ഡീലിങ്ക് ചെയ്തു. എന്നിട്ട് പറഞ്ഞു അത് കോടതി അലക്ഷ്യമാണോ അല്ലയോ എന്ന് വേറെ കേസായിട്ട് പരിഗണിക്കാം. ഈ ബസിലിക്കുന്ന ആളുകളെ ഇറക്കി വിടുന്ന കേസ് മറ്റത് കൂട്ടി ഇണക്കണ്ട, അതിന് ഡീലിങ്ക് ചെയ്യുക, അതിന്റെ ബന്ധം വേർപ്പെടുത്തുക. ഇതൊരു വലിയൊരു നീക്കമാണ്. കാരണം എല്ലാം കൂടി കൂട്ടിക്കുഴച്ചിട്ട് ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കാമെന്നാണ് ഈ മാർപ്പാപ്പയ്ക്കെതിരായിട്ട് നിൽക്കുന്ന ആളുകൾ വിചാരിക്കുന്നത്. അതിനെയാണ് തടയിട്ടത്. തീർച്ചയായിട്ടും നമുക്ക് അമിതമായ ആവേശമോ അമിതമായ സന്തോഷമോ ഒന്നും വേണ്ട. കാരണം നമ്മുടെ സഭയെ സംരക്ഷിക്കുന്ന, സത്യവിശ്വാസികളെ കേൾക്കുന്ന ഒരു നേതൃത്വമല്ല ഇപ്പോൾ നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. എന്ത് അടവുമെടുത്തും സീറോ മലബാർ സഭയുടെ മഹത്വത്തെ, തേജസ്സിനെ കളങ്കപ്പെടുത്താനും ഈ സഭയെ അവഹേളിപ്പിക്കാനും പറ്റുമെങ്കിൽ വിഭജിക്കാനും നശിപ്പിക്കാനും ആരൊക്കെയുമായി കൂട്ടുചേർന്ന് ഒരു ഒത്തുതീർപ്പുണ്ടാക്കിയിരിക്കുന്ന ആളുകളാണ് ഇപ്പൊ സഭയുടെ തലപ്പത്ത്. അതുകൊണ്ട് തന്നെ അവരുമായിട്ടുമുള്ള പടവെട്ടൽ വരുമ്പോൾ നമുക്ക് പടവെട്ടാനുള്ളത് മത തീവ്രവാദികളുമായി ചേർന്ന് നമ്മുടെ സഭയെ ഒറ്റിക്കൊടുക്കാൻ കരാറെടുത്തിരിക്കുന്നവരുമായിട്ടാണ്. ഇങ്ങനെയുള്ളവരെ കുറിച്ചാണ് ഈശോ മിശിഹ പറഞ്ഞത് അവൻ ജനിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നുവെന്ന്. സഭ നശിച്ചാലും വേണ്ടില്ല, സഭ പിളർന്നാലും വേണ്ടില്ല, ഈ മത തീവ്രവാദികളുമായി കരാർ ഉണ്ടാക്കിയവരെ ചേർത്ത് പിടിക്കുമെന്ന് വാശി കാണിക്കുന്നവരായ ശക്തികൾക്കെതിരെയാണ് നമുക്ക് പടവെട്ടാനുള്ളത്. അതെ,
ജനിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നുവെന്ന് ഈശോ മിശിഹ ഏത് ഒറ്റക്കാരനെ കുറിച്ച് പറഞ്ഞുവോ ആ ഒറ്റക്കാരനെ ചേർത്ത് പിടിച്ചാണ് അന്ന് കർത്താവിനെ മഹാപുരോഹിതന്മാര് കൊന്നത്. ഇന്നും അത് തന്നെ ആവർത്തിക്കുന്നു. മഹാപുരോഹിത സ്ഥാനത്ത് ഇരിക്കുന്നവര് ഒറ്റുകാരായ യൂദാസുമാരുമായി കൂട്ടുചേർന്ന് കർത്താവിനെ കൊല്ലാക്കൊല ചെയ്യുന്നു. വിശുദ്ധ കുർബാനയിലുള്ള കർത്താവിനെ കൊല്ലാക്കൊല ചെയ്യുന്നു. അന്നത്തെ സംഭവം ആവർത്തിക്കുകയാണ്. അവൻ ജനിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നുവെന്ന് ആരെക്കുറിച്ച് കർത്താവ് പറഞ്ഞുവോ അത്തരം ആളുകളെ യൂദാസുമാരെ ചേർത്ത് പിടിച്ചാണ് ഇന്ന് മഹാപുരോഹിത സ്ഥാനത്തുള്ളവര് നമ്മുടെ സഭയെ ആക്രമിക്കുന്നത്, കർത്താവിനെ ആക്രമിക്കുന്നത്. പക്ഷേ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ചാക്കുടുത്ത് പരിഹാരജാഥ നടത്തി. നമ്മൾ ചാരം പൂശി പരസ്യമായി പ്രഖ്യാപിച്ചു, ഞങ്ങൾ സഭയുടെ കൂടെയാണ്, കർത്താവിൻ്റെ കൂടെയാണ്. നമ്മുടെ പരിഹാരജാഥ, നമ്മുടെ ചാക്കുടുത്തുള്ള ആ പരസ്യമായ പ്രതിഷേധവും പ്രാർത്ഥനയും നാണം കെട്ടുള്ള പ്രാർത്ഥനയായിരുന്നു. അത് കർത്താവ് കേട്ടു എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ നോമ്പ് കാലത്ത് തന്നെ ഹൈക്കോടതി ഇട്ടിരിക്കുന്ന ഈ ഉത്തരവ്. സാങ്കേതികത്വം പറഞ്ഞ് ബസലിക്കയിൽ കുർബാന ചൊല്ലാതെ ചാപ്പലിൽ ചൊല്ലി, ഇല്ലിസിറ്റ് കുർബാന ചൊല്ലി, കർത്താവിനെ അവഹേളിച്ച്, കർത്താവിന്റെ കുർബാനയെ അവഹേളിച്ച് ഈ യൂദാസുമായി, മത തീവ്രവാദികളുമായി കൂട്ടുകെട്ടുള്ള യൂദാസുമായി ഒത്തുചേർന്ന് നമ്മുടെ സഭയെ ഭിന്നിപ്പിക്കുന്ന, നശിപ്പിക്കുന്ന ആ പരിപാടി വേണ്ട എന്ന് ഹൈക്കോടതി ഇന്ന് ഉത്തരവിലൂടെ പറഞ്ഞു. തീർച്ചയായിട്ടും അന്തിമ വിധി വന്നിട്ടില്ല. എങ്കിലും നമുക്ക് വലിയ പ്രത്യാശയുണ്ട്. നമ്മുടെ ഇരിപ്പ് കർത്താവ് കണ്ടു. ബസലിക്കയിൽ നമുക്ക് സഭയുടെ കുർബാനയില്ല. ആ സങ്കടം നമുക്കുണ്ട്. ആ കുർബാന കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഇത്രയും പെടാപാട് പെടുന്നത്. പക്ഷെ അപ്പോഴും നമ്മൾ ആ ബസലിക്കയിൽ നമ്മുടെ കുർബാന കിട്ടാൻ വേണ്ടിയുള്ള ഇരിപ്പിനെ അവർ വേറെ തരത്തിൽ വ്യാഖ്യാനിച്ച് അത് തരാതിരിക്കാൻ വേണ്ടിയെല്ലാം ചെയ്തപ്പോൾ അപ്പോഴും ഹൈക്കോടതിയുടെ രൂപത്തിൽ നമ്മുടെ ഇടയിലേക്ക് കർത്താവ് ഇറങ്ങി വന്നു. കർത്താവ് പ്രവർത്തിക്കുന്നത് നമ്മൾ കാണുന്നു നമ്മുടെ മുൻപാകെ. നമ്മുടെ നോമ്പും ഉപവാസവും ശരിക്കും കർത്താവിൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. ഈ സമയത്ത് തന്നെ, ഈ വലിയ നോമ്പ് കാലത്ത് തന്നെ കർത്താവ് ഇടപെട്ടിരിക്കുന്നു. ഇതിന് കുറച്ചുകൂടി പുറകോട്ട് പോയാൽ നവംബർ 8 നമ്മുടെ വലിയ സമ്മേളനം, അതൊരു പുതിയ ദിശയിലേക്ക് കാര്യങ്ങൾ മാറ്റുന്നത് നാം കാണുകയാണ്. ഇനി നാം ഒരുപാട് മുന്നേറേണ്ടതുണ്ട്. ഇതൊന്നും ആയിട്ടില്ല. നമുക്ക് കർത്താവിൽ പ്രത്യാശ വയ്ക്കാം. നമ്മുടെ നോമ്പും ഉപവാസവും പ്രാർത്ഥനയും പ്രായശ്ചിത്തവും കൈകൾ വിരിച്ചുള്ള പ്രാർത്ഥനയും കൊന്തചൊല്ലലും കരുണക്കൊന്തചൊല്ലലും യാമപ്രാർത്ഥനകളും കുരിശന്റെ വഴിയും അങ്ങനെ സകല പ്രാർത്ഥനകളും നമുക്ക് കർത്താവ് അനുവദിച്ച് തന്നിരിക്കുന്ന കുർബാന കിട്ടാൻ, മാർപ്പാപ്പ അംഗീകരിച്ച കുർബാന കിട്ടാൻ, ഇല്ലിസിറ്റ് കുർബാന ചൊല്ലാതിരിക്കാൻ, ഈ സമവായം എന്ന് പറഞ്ഞ വിഷം കുടിക്കാതിരിക്കാൻ, അതിന് ആ ലക്ഷ്യവുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഞാൻ ഈ സമയത്ത് ഈ ബസലിക്കയിൽ മാറി മാറി ഇരുന്ന സകലവരെയും അഭിവാദ്യം ചെയ്യാണ്. എത്ര ദിവസം ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളവിടെ ചെന്നത്? ഇങ്ങനെ നമ്മളെ ഇറക്കാൻ പറ്റാതെ അവർ ഹൈക്കോടതിയിൽ പോയി നമ്മൾ പറഞ്ഞ വ്യവസ്ഥകൾ അംഗീകരിച്ച് ഇറക്കേണ്ടി വന്നില്ലേ? നിങ്ങൾ ചെയ്തത് ചെറിയ കാര്യമല്ല. ഈ ആശാ വർക്കർമാരുടെ സമരം ഉണ്ടായില്ലേ? ഏതാണ്ട് അതിന് തുല്യം. പഞ്ചാബിലെ കർഷകർ സമരം ഉണ്ടായില്ലേ? ഏതാണ്ട് അതിന് തുല്യം. ഏതാനും ആളുകളായ നമ്മളാണ് ഇത്രയും സർവശക്തിയും സർവാധിപനും എന്ന് വിചാരിച്ചിരുന്നവരെ മുട്ടുകുത്തിച്ചത്. നമ്മൾ പറഞ്ഞ വ്യവസ്ഥ അനുസരിച്ച് മീഡിയേറ്ററെ വെച്ച് അവിടെ കുർബാന ചൊല്ലില്ല എന്ന് ഹൈക്കോടതി മുമ്പിൽ എഴുതി കൊടുത്ത്, ഇല്ലിസിറ്റ് കുർബാന ചൊല്ലുകയില്ലെന്ന് ഹൈക്കോടതി മുമ്പിൽ എഴുതി കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഇറങ്ങുന്നത്. ഇതിൽ പരം വിജയം നമുക്ക് എന്തു വേണം? കൂരി ഒരു വെള്ളക്കടലാസിൽ എഴുതി തന്നാൽ ഇറങ്ങാമെന്ന് പറഞ്ഞവരാണ് നമ്മൾ. എന്നിട്ട് ഹൈക്കോടതിയിൽ അവരുടെ വക്കീലുമാർ എഴുതി കൊടുത്തിരിക്കുകയാണ്, ഇല്ലിസിറ്റ് കുർബാന ബസിലിക്കലും ചൊല്ലില്ല, ചാപ്പലിലും ചൊല്ലില്ല. പന്തൽ കെട്ടി കുർബാന അത് വേറെ പരിഗണിക്കുമെന്ന് ഹൈക്കോടതി പറഞ്ഞു. അപ്പൊ നമ്മൾ എത്രയോ മുമ്പ് ഇറങ്ങാമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ബസിലിക്കയിൽ മാറി മാറി ചെന്നിട്ട് പ്രാർത്ഥിക്കുകയും, മുഴുവൻ നേരം പ്രാർത്ഥിക്കുന്നല്ല, അതത്ര എളുപ്പമല്ലല്ലോ. അവിടെ ഇരുന്നിട്ട് സന്ദേശം നോക്കിയിട്ടുണ്ടാകാം, ചിലർ വചനം വായിച്ചിട്ടുണ്ടാകാം, ചിലർ മറ്റു കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാകാം. എങ്കിലും നമ്മൾ ബസിലിക്കയുടെ അകത്തായിരുന്നു. നമുക്കവിടെ കർത്താവ് അനുവദിച്ച കുർബാനയില്ല, സഭ അംഗീകരിച്ച കുർബാനയില്ല. അതുകൊണ്ട് അത് കിട്ടണമെന്ന് പറഞ്ഞ് നമ്മൾ ഇരുന്നത്. അവിടെ ഇല്ലിസിറ്റ് കുർബാന നമ്മൾ ചൊല്ലിക്കയില്ലെന്ന് വാശിയായിരുന്നു നമുക്ക്, നല്ല വാശി. അവിടെ ഇല്ലിസിറ്റ് കുർബാന ചൊല്ലിക്കയില്ലെന്നുള്ള വാശി, ആ വാശി, കർത്താവിന് വേണ്ടിയുള്ള വാശി ജയിച്ചു. അവിടെ മാത്രമല്ല, ചാപ്പലിലും ചൊല്ലാൻ പറ്റില്ല. ഇത് കർത്താവ് ഇടപെട്ടതല്ലേ? അതുകൊണ്ട് അവിടെ ബസിലിക്കൽ ഇരുന്ന സകല മനുഷ്യരോടും ഞാൻ മിക്ക ആളുകളും 99% ആളുകൾ എനിക്കറിയില്ല, അവർക്കെല്ലാം അഭിവാദ്യം,
കർത്താവിന്റെ കൃപ നിങ്ങളുടെ മേൽ ചൊരിയപ്പെടുകയാണ്. നിങ്ങളിലൂടെ സീറോ മലബാർ സഭയ്ക്ക് വലിയ നേട്ടങ്ങൾ വരികയാണ്. ഇത് ചരിത്രത്തിൽ എഴുതപ്പെടുമെന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു. ഇത് ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇത് ചരിത്രത്തിൽ എഴുതും. അങ്ങനെ നമ്മൾ ഇരുണ്ട യുഗത്തിൽ പോകുമ്പോഴും വെളിച്ചത്തിന്റെ ചില കിരണങ്ങൾ കർത്താവ് വിട്ടുതരുന്നത് നിങ്ങളിലൂടെയാണെന്ന് ചരിത്രം രേഖപ്പെടുത്തും. നിങ്ങളുടെ മക്കൾ അത് നിങ്ങളെക്കുറിച്ച് അഭിമാനിക്കും. ശരിക്കും സഭയുടെ കൂടെയുള്ളവര്, സത്യവിശ്വാസികള്, സഭയുടെ കൂടെ വല്ല മെത്രാന്മാരുണ്ടെങ്കിൽ അവര് നിങ്ങളെക്കുറിച്ച് അഭിമാനിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.